ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ, എഴുത്തുകാരൻ്റെ ഒരു മനോഹരവും അർത്ഥവത്തുമായ ഒരു കുറിപ്പ് കാണാനിടയായി. ആ കുറിപ്പ് വളരെ ദൈർഘ്യമുള്ളതാണ്. ആ കുറിപ്പിൻ്റെ കണ്ടൻറ്റ് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആശുപത്രികളിലെ ബൈസ്റ്റാൻഡർമാരുടെ ദുരവസ്ഥയെക്കുറിച്ചാണ്. വലിയ നക്ഷത്ര സംവിധാനങ്ങളുള്ള ആശുപത്രികളിൽ പോലും ഈ ബൈസ്റ്റാൻഡർമാരായ മനുഷ്യരെ ഒരു മൃഗങ്ങളെ ഡീൽ ചെയ്യുന്നതിനേക്കാൾ വളരെ മോശമായി അവഗണിക്കുകയും അല്പരോഗികളോ മറ്റ് ശാരീരിക അവശതകളോ ഉള്ള മനുഷ്യർ ഒരു ഫുൾ ടൈം രോഗികളും ഈ അകത്ത് കിടക്കുന്ന രോഗിയെപ്പോലെ തന്നെ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരുന്നൊരവസ്ഥയിലേക്കും എത്തിക്കുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് അതൊരു നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന, ആരും അത്രമേൽ ശ്രദ്ധിക്കാത്ത, അനുഭവിക്കുന്നവൻ്റെ മാത്രം പ്രയാസമായി മാറുന്ന ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അറിയേണ്ടതാണത്. ആശുപത്രികളിൽ വിവിധ രോഗങ്ങളുമായി പ്രവേശിപ്പിക്കുന്നവരുണ്ട്. അതിൽ ചിലർ ICUവിലാണ്, ചിലർ കോമ സ്റ്റേജിലാണ്, ചിലർ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടങ്ങളിലൊക്കെയാണ്. സാധാരണ മുറികളിലോ വാർഡുകളിലോ ഒക്കെ ആണെങ്കിൽ ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അല്പം അടുത്ത് നിൽക്കാനോ അതിൻ്റെ അടിയിലോ തറയിലെങ്കിലും ഒന്ന് കിടക്കാനോ ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ICU യൂണിറ്റുകളിലും വെന്റിലേറ്ററുകളിലുമൊക്കെ കിടക്കുന്ന രോഗികളുടെ ബൈസ്റ്റാൻഡർമാരായി, കാത്തിരിപ്പുകാരായി പല ആശുപത്രികളുടെയും വഴിയോരത്ത് ഇടനാഴികളിൽ ഇതിൻ്റെയൊക്കെ മുന്നിൽ കാവൽ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്, കാത്തു നിൽക്കുന്നവർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ICUവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ട്രോമ കെയറിൻ്റെ മുമ്പിലോ ഒക്കെ കാത്തു നിൽക്കുന്ന ആ ഒരവസ്ഥ അത് അത്രമേൽ നല്ലൊരവസ്ഥയൊന്നുമല്ല. അത് മാനസികമായി തളർത്തുന്ന, തകർക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അവർക്കൊന്ന് കിടക്കാനോ അല്ലെങ്കിൽ അവർ രാത്രി എവിടെയാണ് കിടക്കുന്നതെന്നോ ഒന്നും മൈൻഡ് ചെയ്യാതെ മണിക്കൂറുകളോളം കാത്തിരിപ്പുകാരായി അവിടെ നിൽക്കുകയാണ്. മാനസികമായ ഭാരത്തിനൊപ്പം ശാരീരികമായ ഭാരം ധാരാളമുണ്ട്. മാനസികമായ ഭാരത്തിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ആ രോഗത്തിൻ്റെ വേദനയും ഉത്കണ്ഠയുമുണ്ട്. അതിനുവേണ്ടി സമാഹരിക്കേണ്ട കാശിൻ്റെ വിഷയത്തിലുള്ള പ്രയാസവും ദുഃഖങ്ങളുമുണ്ട്. ഇതെല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ടാണ് അങ്ങനെ ഒരാൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആ നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രയാസകരമായ അവസ്ഥയാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ഉച്ചയ്ക്കൊന്ന് കിടക്കണമെന്ന് തോന്നാം, ഒരല്പനേരം മയങ്ങിയെങ്കിലെന്ന് വിചാരിക്കാം. പക്ഷേ ഇതിനൊന്നുമുള്ള സാഹചര്യം അവിടെ ഉണ്ടാകില്ല. ആകെ കേൾക്കുന്ന സംഗീതം അകത്ത് ICU യൂണിറ്റിനകത്ത് ഒരുപക്ഷെ ചലിക്കുന്ന ഏതെങ്കിലും യന്ത്രങ്ങളുടെ മ്യൂസിക്കാണ്. ഇങ്ങനെ ദിവസങ്ങളോളം നിന്നിട്ടുള്ളവർക്കറിയാം, ആ മ്യൂസിക് കാതിൽ നിന്നും മനസ്സിൽ നിന്നും പോകണമെങ്കിൽ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുക്കും. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എഴുതുന്നത് അത്തരം മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ചാണ്. കോഴിക്കോട്ടൊക്കെ അടക്കമുള്ള പല നഗരങ്ങളിലും ഇത്തരം ആശുപത്രികളിൽ എല്ലാ സംവിധാനങ്ങളോടും ഒരുക്കുമ്പോഴും കുറഞ്ഞപക്ഷം ദുബൈയിലൊക്കെ ബെഡ് സ്പേസ് കൊടുക്കുന്നത് പോലെ എവിടെയെങ്കിലും അവർക്കൊരു ബെഡ് സ്പേസ് എങ്കിലും കൊടുത്ത് അവിടെ പോയി വിശ്രമിക്കാനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ വിളിക്കാനൊരു ഫോൺ സൗകര്യവും മൊബൈൽ ഫോൺ ഒന്ന് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ സപ്പോർട്ട് കൊടുക്കാനുള്ള സംവിധാനവും, ഇതിനൊക്കെ നിസ്സാര കാശ് മാത്രമേ ആവുള്ളെങ്കിലും പല ആശുപത്രികളും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതേയില്ല എന്നതാണൊരു സത്യം. അവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇവിടെ കിടക്കുന്നിടത്തോളം പുറത്താരെങ്കിലുമൊക്കെ കാവലുണ്ടാവും. സഹിക്കേണ്ടത് അവനാണ്. അവൻ്റെ സഹനത്തെക്കുറിച്ച് നമ്മളെന്തിനു ചിന്തിക്കണം എന്ന് പറയുന്ന തികച്ചും ഈ ഒരു മൂല്യവുമില്ലാത്ത വെറും കച്ചവട മനസ്ഥിതിയുള്ള സമീപനമാണ് പലപ്പോഴും ഇങ്ങനെ എടുക്കുന്നത്. ഈ നിൽക്കുന്ന ആളുകളിൽ ഷുഗർ രോഗികളുണ്ടാകാം, പ്രഷർ രോഗികളുണ്ടാവാം, മറ്റു പല റുമാറ്റോളജിക്ക് അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ടാകാം. എന്ന് മാത്രമല്ല, അങ്ങനെ ഈ നിൽക്കുന്ന വേളയിൽ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ തന്നെ വീട്ടിൽ പല പ്രശ്നങ്ങളും, കച്ചവട സ്ഥാപനങ്ങളിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് ഈ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ, അങ്ങനെ നിൽക്കണമെങ്കിൽ ആരെങ്കിലും ഒരാളിനോട് പോയി പറഞ്ഞാൽ ആരും നിൽക്കില്ല. പണിയില്ലാത്തവർ പ്രത്യേകിച്ച് നിൽക്കുകയില്ല. അതിനൊക്കെ ഹൃദയത്തിൻ്റെ ഒരു ഭാവം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന ആളിന് ഈ മൊബൈൽ ഫോണൊന്ന് അണഞ്ഞു പോയാൽ ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ, ചാർജ് ചെയ്യാനൊരു സംവിധാനം, അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാനൊരു സംവിധാനം, അവിടെ കിടക്കുന്ന 10, 50, 100 രോഗികളുടെ എന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേക പോയിന്റിൽ വിളിച്ച് പറഞ്ഞാൽ അവർക്കൊരു ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇരിക്കാനൊരു വിശ്രമമുറി കൊടുത്തിട്ടുണ്ടെങ്കിൽ, കിടക്കാനൊരു സൗകര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ പോയി സ്വസ്ഥമായിട്ടിരിക്കും. ഈ രോഗിയെ കാത്ത് ഇവർ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് രോഗിയുടെ അസുഖം കുറയില്ല. മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ മരിക്കും, ജീവനാണെങ്കിൽ തിരിച്ചു കിട്ടും. പക്ഷേ ഈ പുറത്ത് നിൽക്കുന്നവരെ ഇത്രമേലിട്ട് പീഡിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ അറിയേണ്ടത്
ഈ കണ്ണടയ്ക്കുന്ന മാനേജ്മെൻറ്റും മാനേജരും അല്ലെങ്കിൽ ഇതിൻ്റെ മുതലാളിമാരും അല്ലെങ്കിൽ ഇത് കണ്ട് അവഗണിക്കുന്ന ഡോക്ടർമാരും ഒക്കെ അടക്കമുള്ളവർ നിങ്ങളും നാളെ ഇതുപോലൊക്കെ തന്നെ ആകേണ്ടവരാണെന്നും ചിലപ്പോൾ ആ അവഗണിക്കപ്പെടലുകളുടെ വേദന നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴാണ് നമ്മളതിൻ്റെ വേദന മനസ്സിലാക്കുന്നതെന്നും തിരിച്ചറിയണം. ഏതായാലും ഇത്തരം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു വിഷയം ഈ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവെന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഏറെ ഹൃദ്യമായി. അത് പറഞ്ഞ അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒപ്പം ഇത് കാണുന്നവരും ഉത്തരവാദിത്തപ്പെട്ടവർ അവരവരുടെ സംവിധാനങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുക തന്നെ വേണം. ഈ അടുത്ത സമയത്താണ് വാഹനാപകടം കൂടിയപ്പോൾ ഹോട്ടലുകളിലും മറ്റുമുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവർമാർക്ക് ഉറങ്ങാൻ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് തമിഴ്നാട് ഗവൺമെൻറ് സ്ട്രിക്റ്റായി പറയുകയും അവിടെ ഇതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നുമാണ് മനസ്സിലാവുന്നത്. കാരണം മുതലാളി വന്ന് മുറിയിൽ കയറി കിടന്നുറങ്ങും, ഡ്രൈവർ ഉറക്കമൊഴിച്ച് കാറിലോ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും, വെളുപ്പിനെ യാത്ര തുടരും, അത് ദുരന്തമായി ഭവിക്കുകയും ചെയ്യും. അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള സംഗതിയാണ് ഈ ബൈസ്റ്റാൻഡർ ദുരന്തം.